സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാനം ഉൽപ്പത്തി 2:20-21 വചനങ്ങളാണ്. 18-ാമത്തെ വചനത്തിൽ ദൈവം പറഞ്ഞൊരു കാര്യം നമ്മൾ ഓർക്കുന്നുണ്ടാകും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണയുണ്ടാക്കി കൊടുക്കും. ആദമിന് തക്കതായ ഒരു കൂട്ട് കണ്ടെത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദൈവം തന്നെ ഒരു പങ്കാളിയെ നിർമ്മിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് 20-21 വചനങ്ങളിൽ നാം കാണുന്നത്. ദൈവത്തിൻ്റെ മനോഹരമായ മറ്റൊരു സൃഷ്ടിയാണ് സ്ത്രീ. പുരുഷന് തുണയായി, പുരുഷന് ഏറ്റവും അടുത്ത കൂട്ടുകാരിയായി ദൈവം രൂപകൽപ്പന ചെയ്ത് നൽകിയ വളരെ വിശേഷതകളുള്ള ഈ സൃഷ്ടിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ദൈവം ആദമിനൊരു ഗാഢ നിദ്ര വരുത്തി ആദമിൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനെ ഒരു സ്ത്രീയാക്കി അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതാണ് നമ്മളവിടെ വായിക്കുന്നത്. മനുഷ്യന് ദൈവം ഒരു ഗാഢ നിദ്ര വരുത്തി അവനെ ഒന്ന് ഉറക്കി കിടത്തി. ആധുനിക സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം ആദമിന് ഒരു അനസ്തീഷ്യ നൽകി എന്ന് പറയാം. എന്നിട്ട് അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്തു. വാരിയെല്ല് തന്നെയാണോ, ഒരെല്ല് ദൈവം ഊരിയെടുത്തു എന്ന് പറയുന്നതാണോ അവിടെ സംഭവിച്ചത്? പല ആളുകളും ചിന്തിക്കുന്നുണ്ട്, പുരുഷന് വാരിയെല്ല് ഒരെണ്ണം കുറവും സ്ത്രീക്ക് ഒരെണ്ണം കൂടുതലുമുണ്ട് എന്ന്. പക്ഷെ അതൊരു വാസ്തവമായ കാര്യമല്ല. സ്ത്രീക്കും പുരുഷനും വാരിയെല്ലുകളുടെ എണ്ണം തുല്യം തന്നെയാണ്. അപ്പോൾ ഒരു വാരിയെല്ല് ദൈവം എടുത്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എബ്രായ ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെസ്ല എന്ന് പറയുന്ന വാക്കിന് അവൻ്റെ വശത്തു നിന്നും ഒരു ഭാഗം എടുത്തു എന്ന അർത്ഥമാണുള്ളത്. ദൈവം ആദമിൻ്റെ വശത്തു നിന്നും, അവൻ്റെ മാറിടത്തിൽ നിന്ന്, അവൻ്റെ ഹൃദയത്തോട് ചേർന്ന ഭാഗത്തു നിന്ന് ഒരു ഭാഗമെടുത്ത് ഹവ്വയെ നിർമ്മിക്കുകയാണ് ചെയ്തത്. ഇന്ന് ക്ലോണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യൻ്റെ ഒരു കോശത്തിൽ നിന്ന് പോലും ആ മനുഷ്യനെ പോലെ തന്നെയുള്ള മറ്റൊന്നിനെ ഉണ്ടാക്കുവാനായിട്ട് ശാസ്ത്രത്തിന് കഴിയും. അങ്ങനെ ക്ലോൺ ചെയ്ത് ഉണ്ടാക്കിയ ഡോളി എന്ന ആടിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ ദൈവം ആദമിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഒരു ഭാഗം എടുത്തിട്ടാണ് ഹവ്വയെ സൃഷ്ടിച്ചത്. ആദമിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവളാണ് ഹവ്വ എന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ഹവ്വയെ സൃഷ്ടിച്ചതിൽ നിന്ന് കുടുംബജീവിതത്തിൽ വളരെ പ്രസക്തമായ ചില പ്രമാണങ്ങൾ നമുക്ക് അവിടെ നിന്ന് സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന വിവാഹിതരായ പ്രിയപ്പെട്ടവർക്ക് അത് കൂടുതൽ പ്രയോജനം ചെയ്യുമായിരിക്കും. ഒരുപക്ഷെ കുടുംബജീവിതത്തിനായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ഒക്കെ ചെയ്യുന്ന ചെറുപ്പക്കാർക്കും ഈ ഒരു അറിവ് പ്രയോജനപ്പെടേണ്ടതാണ്. ആദമിൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനെ ഒരു സ്ത്രീയാക്കി എന്ന ഈ വചനത്തിന് യഹൂദന്മാർ അതേ സംബന്ധിച്ച് പറയുന്ന ഒരു നല്ല ചൊല്ലുണ്ട്. ദൈവം സ്ത്രീയെ മനുഷ്യൻ്റെ പാദത്തിൽ നിന്നല്ല എടുത്തത് അവന് പാദസേവ ചെയ്യുവാൻ. ദൈവം സ്ത്രീയെ മനുഷ്യൻ്റെ ശിരസിൽ നിന്നുമല്ല എടുത്തത് അവനെ ഭരിക്കുവാൻ. സ്ത്രീയെ ദൈവം പാദത്തിൽ നിന്ന് സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവളെ ദാസിയാക്കുക എന്ന ഒരാശയത്തിലായിരിക്കാം. ശിരസിൽ നിന്നാണ് ഒരു ഭാഗം എടുത്ത് സൃഷ്ടിച്ചതെങ്കിൽ മനുഷ്യനെ നിയന്ത്രിക്കുന്ന, മനുഷ്യനെ ഭരിക്കുന്ന ഒരു റോള് അവൾക്കുണ്ട് എന്ന് പറയാം. അതിനോട് ചേർത്ത് തന്നെ ബാൺഹൗസ് എന്ന പ്രസിദ്ധനായ ദൈവദാസൻ പറഞ്ഞു, മനുഷ്യൻ്റെ കരങ്ങൾക്ക് കീഴെയുള്ള ഹൃദയത്തോട് ചേർന്ന ഒരു ഭാഗത്തു നിന്നാണ് ദൈവം ഹവ്വയെ സൃഷ്ടിച്ചത്. അവൻ്റെ കരങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കുവാനും അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുവാനുമായി. മനോഹരമായ ഒരാശയമാണ്. ഭാര്യയെ കരങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുകയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുകയും ചെയ്യേണ്ടവനാണ് പുരുഷൻ. സ്ത്രീയെ ദൈവം അതിനായിട്ടാണ് പുരുഷനിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗമെടുത്ത് സ്ത്രീയെ മെനഞ്ഞത് അതിനായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നെ കേൾക്കുന്ന കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സ്ഥാനമാണ് നിങ്ങൾ ഭാര്യയ്ക്ക് നൽകുന്നത്? ഭാര്യയെ പലരും ഒരു സേവകയായി, ഒരു ബാല്യക്കാരിയായി
കാണുന്ന രീതിയുണ്ട്. അത് തികച്ചും തെറ്റാണ്. എന്നാൽ ചില സ്ത്രീകളെ സംബന്ധിച്ചും തെറ്റായ ചില പ്രവണതകളുണ്ട്. അവർ പുരുഷനെ ഭരിക്കുവാനായിട്ട് ശ്രമിക്കുന്നവരാണ്. ഈ രണ്ട് പ്രവണതകളും നാം ഒഴിവാക്കേണ്ടതാണ്. പുരുഷൻ തൻ്റെ ഭാര്യയെ തൻ്റെ മാറോട് ചേർത്ത് വെച്ച്, ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കേണ്ടതും, ഭാര്യ പുരുഷനോട് ചേർന്ന് നിന്ന് ദൈവം അവർക്ക് നൽകിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവളുമാണ്. ഈ രീതിയിൽ മനോഹരമായി ഒരു യൂണിറ്റായി ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ കുടുംബജീവിതത്തിൽ നടപ്പാകുവാനായിട്ടിടയായിത്തീരും. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.